അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 ദിവസം വീഡിയോക്ക് മുമ്പ് നമ്മൾ ചെയ്ത കശ്മീരി ഹാൻഡ് സ്റ്റിച്ചിൽ വരുന്ന സൽവാർ സെറ്റ് നല്ല ഡിമാൻഡായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നത് ഏകദേശം കാരണം കശ്മീരി ഡിസൈൻസ് ഏകദേശം സിമിലർ ആയിരിക്കും, പക്ഷേ ദുപ്പട്ടാസിലും അതിൻ്റെ വർക്കിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ദുപ്പട്ട പാറ്റേൺ ആയിട്ടാണ്. പക്ഷേ നല്ല കളർ ചേഞ്ചസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ കളർ ചേഞ്ചസ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ബ്ലാക്കാണ്, ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്, നല്ലൊരു ബ്ലൂ, നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ബ്ലൂ ആണിത്. ഇത് വന്നിരിക്കുന്നത് ആഷാണ്, മസ്റ്റർഡ് യെല്ലോ, നല്ല ഡാർക്ക് മസ്റ്റർഡ് യെല്ലോ ആണ്. ഇത് ബ്ലാക്കിൽ ഡിഫറെൻറ്റ് ഡിസൈനാണ്. ആ ഒരു നെക്കിൽ വരുന്ന ഡിസൈനിൽ ചെറിയൊരു കളർ കോമ്പിനേഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന മെറൂണാണ്, ഡാർക്ക് ആഷ്. നേരത്തെ കണ്ട ആഷിനെക്കാണി കുറച്ച് ഈ ഒരു കോമ്പിനേഷനിൽ ത്രെഡ് ഡിസൈനിൽ വരുന്ന കോമ്പിനേഷനിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് രാമ ഗ്രീനാണ്, നല്ലൊരു പിങ്ക്, അടിപൊളി പിങ്കാണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഇത്ര കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 3550. ഇൻസൈഡ് ഇന്ത്യ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. ഇതിലെന്ന് പറയുകയാണെങ്കിൽ നെക്കിൽ വരുന്ന ഡിസൈനും പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ടയാണ് ഡിഫറെൻ്റ് ആയിട്ട്, നല്ല ഹെവി ദുപ്പട്ട കേട്ടോ. കാര്യം ഈ കശ്മീരി ഹാൻഡ് സ്റ്റിച്ചിൽ വരുന്ന സൽവാർ സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ 950 ഓൺവേർഡ്സ് ആണ്. 950 വരുമ്പോൾ നമുക്ക് ദുപ്പട്ട നമ്മൾ സാധാരണ കാണുന്ന ഷിഫോണിലൊക്കെ വരുന്ന ദുപ്പട്ട ഉണ്ടല്ലോ, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട്, അതൊക്കെ വരുന്ന 950 ആണ്. 1000 റേഞ്ചിൽ വരുന്നതും ഏകദേശം പ്ലെയിൻ ദുപ്പട്ടയാണ്. അത് കാണാൻ അത് നമ്മൾ ഓൾറെഡി നിങ്ങൾ അതിൻ്റെ റെപ്ലിക്കാസൊക്കെ നേരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പൊതുവെ നമ്മൾ കൊണ്ടുവന്നതെല്ലാന്ന് വെച്ചാൽ കശ്മീരി ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആയിട്ടോ. ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ വന്നിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടോ, ഡാർക്ക് മസ്റ്റർഡ് യെല്ലോ ആണ്. ഇതിൽ റയോണാണ്, ഫാബ്രിക് പറയുന്നത് റയോണാണ്, ഹൈ ക്വാളിറ്റിയിൽ വരുന്ന റയോണാണ്. ഇതുണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടും ഒരു ഫ്രീ സൈസുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ്. കാരണം ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഒറ്റ ഈ മെറ്റീരിയൽ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ മൊത്തം ഇങ്ങനെ ഒറ്റ സ്ലോട്ടായിട്ട് തന്നെ വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ സൈസുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. ഇത് സെയിം ടോൺ ടു ടോൺ വരുന്ന ബോട്ടാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം ഇടുന്നവർക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബോട്ടം ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് ഇടാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളി വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് നമുക്കിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ലൈനിങ് നിർബന്ധമുള്ളവർ മാത്രം ലൈനിങ് ഇട്ടാൽ മതി. ഇതിൻ്റെ ദുപ്പട്ടയാണ് നല്ല ഷിഫോണിൽ കണ്ടോ, നല്ല ഹെവി ദുപ്പട്ടയാണ്, എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ട, ഹെവി ആയിട്ട് വരുന്ന ഷിഫോണിൽ നല്ല അടിപൊളി എംബ്രോയ്ഡറി ആട്ടോ. അതാ ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് സ്റ്റിച്ചാണ്. പെട്ടെന്ന് നിങ്ങൾക്കിതൊരു എന്താ പറയുക മെഷീൻ എംബ്രോയ്ഡറി പോലെ തോന്നിയത്. എല്ലാം ഹാൻഡ് സ്റ്റിച്ചിൽ വരുന്ന ഫ്രെയിം വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ്ടോ ഹെവി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്, അടിപൊളി പ്യുവർ കശ്മീരി ആട്ടോ, 100% കശ്മീരിയാണ്. നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡാർക്ക് ആഷ് കളറാണ്. ദുപ്പട്ട രണ്ട് സൈഡിലും ഈ സെയിം ബോർഡർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. എല്ലാം ഹാൻഡ് സ്റ്റിച്ചാണ്. ടോപ്പിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇതാണ്. ടോപ്പും ബോട്ടം ഹൈ ക്വാളിറ്റിയിൽ വരുന്ന റയോണിൽ വരുന്ന ടോപ്പും ബോട്ടമാണ്. നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് ഇൻഡിഗോ ബ്ലൂ ആണ്. സെയിം തന്നെ ടോണിൽ വരുന്ന ദുപ്പട്ട, സോഫ്റ്റ് ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. ടോപ്പും ബോട്ടം സെയിം തന്നെ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന റയോണാണ്. നമുക്ക് വിത്തൗട്ട് ലൈനിങ് തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഹാൻഡ് വാഷാണ് വന്നിരിക്കുന്നത്. എല്ലാറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 3550. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ആ ഒരു റിച്ച്നെസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി തന്നെയാണ്. നല്ല അടിപൊളി ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ്, നല്ല ഹെവി റയോണിലാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. 3550. നെക്സ്റ്റ് വന്നിരിക്കുന്ന ബ്ലാക്കാണ്. നല്ലൊരു എന്താ പറയുക ശരിക്കും ഡാർക്കായിട്ട് വരുന്നൊരു ബ്ലാക്കാണ്, ഹെവി ഡാർക്ക് വരുന്ന ബ്ലാക്കിൽ നോക്കിയാൽ നല്ലൊരു പീച്ചിലൊക്കെ വരുന്ന എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണുവാണ്. ബ്ലാക്കിൽ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് 3550 ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഡാർക്ക് പിങ്ക് ആണ്. ടോപ്പും ബോട്ടവും ഹെവി റയോണിൽ വരുന്ന സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, ഇഷ്ടപ്പെടുന്നവർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ്. നല്ല അടിപൊളി കളേഴ്സാണ്. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരിക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് രാമ ഗ്രീനാണ്. കാരണം ഈ ഒരു ഹെവി ആയിട്ട് വരുന്ന റയോണിൽ തന്നെ ആ കളേഴ്സ് വരിക്കും. കളേഴ്സ് ബ്ലെൻഡ് ആകുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറിയിൽ വരുന്ന കളർ കോമ്പിനേഷനാണ്. ഈ ത്രെഡിൽ വരുന്ന കളർ കോമ്പിനേഷനാണ്. 100% പ്യുവർ ഹാൻഡ് സ്റ്റിച്ചിൽ വരുന്ന
അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയലാണ്. ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് ആഷ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡാണ്. കണ്ടോ, എല്ലാം നമുക്ക് ലൈനിങ് നിർബന്ധമുള്ളവർ മാത്രം ലൈനിങ് വെച്ചാൽ മതി, അല്ലെങ്കിൽ വിത്തൗട്ട് ലൈനിങ് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ഹെവി ആയിട്ട്, കാരണം നമ്മൾ നോർമൽ കാണുന്ന റയോൺ അല്ല, ഹെവി റയോൺ ആണ്. അതായത് ലൈറ്റ് വെയിറ്റ് ആണ്. ഹെവി എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്നെസ് ഉള്ള ഒരു റയോൺ അല്ല. കാരണം ഇവർ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി ഏറ്റവും കംഫർട്ട് ഈ ഒരു ഫാബ്രിക്കാണ്. ഇത് കശ്മീരിൽ വരുന്ന അത്യാവശ്യം എല്ലാ അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണിത്. കാരണം അത്ര ക്വാളിറ്റിയിൽ വരുന്നതാണ്. 3550 ആണ്. ഇതെല്ലാം ഹാൻഡ് സ്റ്റിച്ചാണ്. നമ്മൾ ഒരിക്കലും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ പോലെ തോന്നും, പക്ഷെ എല്ലാം ഒരു തിന്നായിട്ട് വരുന്ന നീഡിൽ. അടുത്ത പ്രാവശ്യം നമ്മൾ കശ്മീരിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഹാൻഡ് സ്റ്റിച്ചൊക്കെ നമ്മൾ വ്ളോഗ് അവർ ചെയ്യുന്നത് കറക്റ്റ് എടുത്ത് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു കശ്മീരി ഹാൻഡ് വർക്ക് അങ്ങനെ ഫെമിലിയർ അല്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഈ ജയ്പൂരിലും അതുപോലെ ലക്നൗ ഈ ചിക്കൻ വർക്കെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവർ ചെയ്യുന്നത് വളരെ റെയറായിട്ട്. ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ല, കാരണം ഞാൻ അവിടെ പോയിട്ട് കണ്ടത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മെറൂണാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ്. ബ്ലാക്കിൽ ഇതിന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കോമ്പിനേഷനാണ്. കണ്ടോ, ആ എംബ്രോയ്ഡറി ചെയ്തതിൻ്റെ കോമ്പിനേഷനാണ്. ശരിക്കും ഒരു റിച്ച് ലുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് നല്ലൊരു ലോങ് ആയിട്ട് നമുക്കൊരു പലാസ ബോട്ടം, ഒരു കറാച്ചി മോഡലിലും പാകിസ്ഥാനി ടൈപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ലൊരു ദുപ്പട്ട വൺ സൈഡൊക്കെ ഇട്ട് അതിനനുസരിച്ചിട്ട് വരുന്ന ബാംഗിൾസും നമ്മൾ നല്ലൊരു ഇയറിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. വെറൈറ്റിയാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഉണ്ടാവും നല്ല റിച്ചായിട്ട് വരുന്ന എംബ്രോയ്ഡറിയാണ്. ലോങ് ആയിട്ട് നമുക്ക് അത്യാവശ്യം ഫ്രീ സൈസ് ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യും. കാരണം ടോൺ ടു ടോൺ ബോട്ടമാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ബ്ലാക്കാണ്, ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒരു പെൻസിൽ പാൻറ്റോ ലെഗിങ്സ് ഒക്കെ ഇടുവാണെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ മൾട്ടിപർപ്പസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ കാണിച്ച എല്ലാ ദുപ്പട്ടാസും നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ദുപ്പട്ടയൊക്കെ നമുക്ക് അത്ര ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം വേറെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ കാര്യം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഇതുപോലത്തെ പ്ലെയിൻ ഇതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ട പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി കളക്ഷനാണ്. ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന്, കാരണം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. കാരണം റിപ്പീറ്റ് ഓർഡേഴ്സ് ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരണം. അതുപോലെ തന്നെ ലാവിസ് ഡിസൈൻസിൻ്റെ പേജ് മാക്സിമം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.